നിന്ന് ബംഗാളിലേക്ക് പോകുന്നതിന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത് ന്യൂസ് 18 നടത്തിയിട്ടുള്ള മെഗാ എക്സിറ്റ് പോളിൽ 393 സീറ്റുകളുടെ ഫലം വരുമ്പോൾ BJP നയിക്കുന്ന NDA സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡേറ്റ മാറുന്നു. അതായത് ബംഗാൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതാ 269 മുതൽ 302 സീറ്റുകൾ വരെ NDA സഖ്യത്തിന് മുൻതൂക്കം കിട്ടുന്ന സാഹചര്യമാണ് ന്യൂസ് 18 സർവേ പ്രവചിക്കുന്നത്. 18 സീറ്റ് നേടിയെടുത്ത് 21 മുതൽ 24 വരെ 18 മുതൽ 21 വരെ തൃണമൂൽ കോൺഗ്രസ് അതേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് സീറ്റ് കൂടി, തൃണമൂലിന് സീറ്റ് കുറഞ്ഞു. ഇന്ത്യ സഖ്യം ഏറ്റവും കുറഞ്ഞത് കൂടുമ്പോൾ BJPക്ക് കൂടുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് 18ലേക്ക് കുറയുന്നു. നേരത്തെ 22 തൃണമൂൽ 18ലേക്ക് വീഴുന്നു. ഇന്ത്യ സഖ്യം കോൺഗ്രസും CPM-ഉം ഇല്ലാതായി മാറിയിരിക്കുന്നു. വലിയ പ്രതീക്ഷ ബംഗാളെ സംബന്ധിച്ചാണ് ഉണ്ടായിരുന്നു. 12 സീറ്റിലൊക്കെ മത്സരനൃത്തം 7ഓളം സീറ്റ് കിട്ടും ബംഗാളൊരു പ്രതീക്ഷയൊക്കെ എന്ന് പറയാം. 21 മുതൽ 24 സീറ്റ് വരെ അവർ നേടുന്നു. അവർ പടിപടിയായി കഴിഞ്ഞ തവണ 34% വോട്ട് ഷെയർ ആണ് അവർ ഒറ്റയടിക്ക് കൂട്ടിയത്. 34% എത്തി. അവിടെ നിന്ന് ഇപ്പോൾ സീറ്റിന്റെ എണ്ണം 24ലേക്ക് വരെ എത്തിക്കാൻ കഴിയും NDAക്ക് എന്ന്. തൃണമൂലിന് വലിയ അടിയാണ്. ബംഗാളിൽ മമതയുമായി നേരിട്ടുള്ള മത്സരത്തിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാകും എന്നതാണ്. 42 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിലും ഇത്തവണ അതായത് രാഷ്ട്രീയ സാഹചര്യം ഏറെ വ്യത്യസ്തമായിരുന്നു. മമതാ ബാനർജിയെ പോലെ കരുത്തയായ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ ഭരണം നടത്തുന്ന സംസ്ഥാനം കൂടിയാണ്. തുടക്കം മുതൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ദേശീയ നേതാവ് എന്ന തലത്തിലേക്ക് ഇമേജ് ബിൽഡ് ചെയ്തിരുന്നു മമതാ ബാനർജി. പക്ഷേ അപ്പോഴും പശ്ചിമ ബംഗാളിലും കാര്യമായ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിന്റെ ഫേസ് തിരിച്ചുള്ള ഫലമുണ്ടെങ്കിൽ അവസാന ഫേസിൽ എന്ത് മാറ്റം നോക്കണം. കാരണം വിവേകാനന്ദ പാറയിൽ മോദി പോയപ്പോൾ എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സിബി സത്യൻ വളരെ പ്രധാനപ്പെട്ടത് സന്ദേശകാരി അടക്കമുള്ള വിഷയങ്ങളൊന്നും കത്തില്ല. അതൊന്നും വോട്ടായി TMCക്കെതിരെ വരികയില്ല. BJP ഒരു ബംഗാൾ വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ള പ്രസ്താവനകൾ മമത പറയുന്നു. അതിന് കയ്യടി നിറഞ്ഞു നിൽക്കുന്ന ഘട്ടങ്ങളൊക്കെ ആയിരുന്നു പശ്ചിമ ബംഗാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ രീതിയിൽ ഒരു മോദി ഇഫക്റ്റ് പോലും വലിയ കാര്യമായിട്ട് ഉണ്ടായില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് TMCക്ക് മാത്രമല്ല കോൺഗ്രസിനും CPM-നും ഒക്കെ അതുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ നമ്മുടെ സർവേ അതല്ല പറയുന്നത്. BJPക്ക് മുൻതൂക്കമുള്ള രീതിയിലേക്ക് ബംഗാൾ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബംഗാളിലെ ഒരു വലിയൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. ബംഗാളിലെ തുടർച്ചയായ TMCയുടെ ഭരണം അത് കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പ്രാകൃതമായ ഭരണമാണ്. അതായത് അടിച്ചമർത്തലും ഈ പറഞ്ഞ ഗുണ്ടായുസവും ഒക്കെ നിറഞ്ഞ് നമ്മൾ സത്യസന്ധമായി സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ടായി. അതെ, തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈവൻ എന്തുകൊണ്ടാണ് മമത ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് അവിടെ ഒരു സീറ്റ് ഷെയറിംഗ് നടത്താത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് വളരെ സിമ്പിളായ കാര്യം കൊണ്ടാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് അവിടെ നടത്തുന്ന ഒരു തേർവാഴ്ചയുണ്ട്. ഈ തേർവാഴ്ചയുടെ ഇരകളാണ് BJPയും കോൺഗ്രസും CPM-ഉം ഒരുപോലെ. അപ്പൊ ഇതിനകത്ത് ഈ അടിസ്ഥാനപരമായി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ പോലും താഴത്തെ തട്ടിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ഒരിക്കലും തൃണമൂലിന് കിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മർദ്ദനമേൽക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഐക്യബോധമുണ്ട്. ആ ഐക്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കോൺഗ്രസും CPM-ഉം BJP ഒരേ തട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു ശരാശരി കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ നമ്മൾ താഴെത്തട്ടിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണക്കാരനായ അനുഭാവികളുടെ കേസാണ് ഞാൻ പറയുന്നത്. അനുഭാവികളുടെ ഇടയിലേക്ക് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ CPM അനുഭാവിയായ ഒരാൾ തൃണമൂലിന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ബംഗാളിൽ നിലവിലുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ കാര്യത്തിലെ സ്ഥിതികൾ വ്യത്യസ്തമല്ല. നമ്മൾ ഇത്തരം ഫാക്ടേഴ്സിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്താതെ അതായത് മമതയോട് കടപിടിക്കാൻ BJPക്ക് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ എന്നാണ്. എന്തായാലും നമുക്ക് ശ്രീ കൃഷ്ണദാസിലേക്ക് പോകാം. കൃഷ്ണദാസ് വെസ്റ്റ് ബംഗാളിലും പ്രാദേശിക പാർട്ടിയെ മറികടക്കും. അത് മാത്രമല്ല കഴിഞ്ഞ തവണ 18 സീറ്റുകൾ വിജയിച്ചിരുന്ന BJPക്ക് കുറഞ്ഞാൽ പോലും 21 എന്നുള്ളതാണ് കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട നില. അത് 24 വരെ പോകാം എന്നുള്ളതാണ്. ഒരിക്കലും 22ലേക്ക് എത്താനും സാധിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ സർവേ ഫലം. 18 മുതൽ 21 വരെ. അത് വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ കൃഷ്ണദാസ്? ബംഗാൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബംഗാൾ മറ്റൊരു ത്രിപുരയാകാൻ വേണ്ടി പോവുകയാണ്. ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം തിരിച്ചറിയാത്തവരാണ്
ഇന്ത്യ മുന്നണി സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വശം. ബംഗാളിനെ മുൻനിർത്തിക്കൊണ്ട് ബംഗാളിന്റെ രാഷ്ട്രീയവുമായി ചേർന്നുകൊണ്ട് അവിടെ BJP ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ ശ്രീ സിബി സൂചിപ്പിച്ചതുപോലെ മമതാ ബാനർജിയുടെ ഗവൺമെന്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ. ഇത് ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ നേതൃത്വത്തിലാണ് നിരന്തരമായി വന്നിരുന്ന ഗവൺമെന്റുകൾ നടത്തിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ എങ്ങനെയാണ് തിരിച്ചടി നൽകിയത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ബംഗാളിനെ സംബന്ധിച്ച്, ത്രിപുരയെ സംബന്ധിച്ച് സമാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകണം. എനിക്ക് കിട്ടുന്ന ഒരു വിശകലനം അനുസരിച്ചിട്ട് ബംഗാളിൽ ഈ തവണ BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് 45% മുകളിൽ പോകും എന്നുള്ളതാണ്. അവിടെ കൃഷ്ണദാസ്, ഒരു ഘട്ടത്തിൽ ഈ സംഘടനാ സംവിധാനം അതിശക്തമാക്കാൻ BJP-ക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം അത് കുറച്ച് ദുർബലമായ സാഹചര്യം ഉണ്ടായോ? താങ്കൾ ഈ സൂചിപ്പിക്കുന്നതിനേക്കാൾ മികച്ച ഒരു വിജയമൊക്കെ ഒരു ഘട്ടത്തിൽ, ഒരു വലിയ മേൽക്കൈ BJP നേടും എന്നൊക്കെ ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. അത് പിന്നീട് ഈ സംഘടനയ്ക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണോ അതിൽ ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ സ്വാഭാവികമായി അധികാരം വരുന്ന സമയത്തും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ചില ഗതിവിഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ചില സാങ്കേതികമായ തർക്കങ്ങൾ മാത്രമാണ്. അതൊന്നും താഴെത്തട്ടിലേക്കുള്ള BJP-യുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള വളർച്ചയൊന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ തവണ BJP-ക്ക് ബംഗാളിൽ കിട്ടാൻ പോകുന്ന വോട്ടിംഗ് പെർസെന്റേജ് 45% മുകളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന, നമ്മൾ ഇപ്പോൾ കാണുന്ന, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കിട്ടുമെന്ന് പറയുന്ന സീറ്റിനേക്കാൾ ഒരു പക്ഷേ 4-5 സീറ്റുകൾ കൂടി BJP 25-നും 30-നും ഇടയ്ക്കുള്ള സീറ്റുകളിലേക്ക് കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള സംസ്ഥാനമായി ബംഗാൾ മാറാൻ വേണ്ടി പോവുകയാണ്. ബംഗാളിൽ ഈ തവണ തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യം എന്നുള്ളത് അവസാനിക്കും. കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും ഇന്ത്യ മുന്നണിയായി തിരിച്ചു വന്ന് BJP എതിർക്കാമെന്ന് പറയുന്നതിന്റെ കോൺഗ്രസിന്റെ ആ 2 സീറ്റും പോകും. ബംഗാളിൽ കോൺഗ്രസ് പിന്നെ വെറും ചിത്രമായി മാറും എന്ന രീതിയിലുള്ള ഫലങ്ങളാണല്ലോ, ആ സർവേ ആണല്ലോ വരുന്നത്. സ്വാഭാവികമായിട്ടും തൃണമൂലിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. BJP-ക്ക് ആ രീതിയിൽ ബെനിഫിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിലും സ്വാഭാവികമായിട്ടും ആ തിരിച്ചടി കോൺഗ്രസിനെയും ബാധിക്കും. അത് മാത്രമല്ല അപർണ, ഏതാണ്ട് 12 സീറ്റുകളിൽ എങ്കിലും അതിശക്തമായ മത്സരമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പൊതുവെ മിനിമം ജയിക്കുകയും പിന്നെ മറ്റിടങ്ങളിൽ 5 ഇടങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്ത് എന്നൊക്കെയാണ് പൊതുവെ ഈ ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടോ? കയ്യിലുള്ള 2 സീറ്റും പോകുന്ന ആ തിരിച്ചടി ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഈ മഞ്ജുഷ, നമ്മള് ഈ ഒരു സർവേയിൽ ബംഗാളിലെ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കാതെ പോയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, CPM-ന്റെ വോട്ട് 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുത്തനെ ഇടിയുകയാണ് ചെയ്യുന്നത്. ആ ഇടിവിൽ നിന്നുമാണ് BJP വളർന്നു വന്നത്. പക്ഷെ കഴിഞ്ഞ ഈ ഒരു 2-3 വർഷമായിട്ട് ബംഗാളിലുള്ള ട്രെൻഡ്, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ശേഷമുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് CPM പതിയെ ഒരു റീസർജന്റ് CPM, റീസർജന്റ് ലെഫ്റ്റ് അവർ ഉയർന്നു വരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഈ നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും CPM-നേക്കാൾ സീറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടു. ഈ പ്രാവശ്യം ബംഗാളിൽ ഞങ്ങൾ 12 സീറ്റിലെ കോൺഗ്രസ് മത്സരിച്ചുള്ളൂ. 30 സീറ്റ് ഞങ്ങൾ കൊടുത്തത് ഈ പറയുന്ന CPM-നും CPI പോലെയുള്ള ഇടതുപക്ഷ കക്ഷികൾക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ആ ഒരു ഫാക്ടറി, കാരണം അത് ഗ്രാമീണ മേഖലകളിലാണ് ഈ പറയുന്ന നേരത്തെ തന്നെ ഈ LDF-ന് അല്ലെ CPM-ന് ഉണ്ടായിരുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ആ BJP-യിൽ നിന്നും ആ ഒരു വോട്ടുകൾ, ഈ CPM-ൽ നിന്നും അങ്ങോട്ട് പോയ വോട്ട് കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഫാക്ടറി തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ BJP-യുടെ വോട്ട് കുറയുവാൻ തൃണമൂൽ കോൺഗ്രസ് ഒരു 25 സീറ്റ് നേടുമെന്ന് തന്നെയാണ്. 25 സീറ്റ് തൃണമൂൽ കോൺഗ്രസ് നേടുമെന്ന് നമുക്ക്